ഹേ ഓൾ ഞാനിന്നിവിടെ തേങ്ങാച്ചോർ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ മമ്മുണ്ട്. അങ്ങനെ തേങ്ങാപ്പാൽ അടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മമ്മു അവിടെ മിക്സി ഓണാക്കാം, മമ്മു തേങ്ങാപ്പാൽ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാനിവിടെ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു കപ്പോളം തേങ്ങാപ്പാൽ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് നോക്കുക. അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ അടിച്ചെടുത്തു. പിന്നെ ഇതിന് 1 കപ്പ് തേങ്ങ ഞാൻ ഇവിടെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 7 8 അല്ലി ഉള്ളി എടുക്കാം, ചെറിയ ഉള്ളി. പിന്നെ ഒരു സ്പൂൺ പെരും ജീരകം ആഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മമ്മാണ് എൻ്റെ ഹെൽപ്പർ ഇന്നത്തെ. കാര്യമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ട്. അവനിങ്ങനെ ഓരോ പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഹെൽപ്പ് ചെയ്യാനും. നമ്മൾ കയറ്റിയിരുത്തിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും. അങ്ങനെ അവനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത് ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് ഒതുക്കിയെടുത്തു. ആ ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് മമ്മ അതെടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ചമ്മന്തിയാണെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് പാവം. ഇനി നമുക്ക് നെക്സ്റ്റ് അരി കഴുകിയെടുക്കാം. നല്ലപോലെ ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1 kg റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 കപ്പോളം വരുന്നുണ്ട്. അങ്ങനെ അത് വാഷ് ചെയ്തെടുക്കുക. ദെൻ കുക്കർ വെച്ചിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. അത് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഒരു 2-3 ഗ്രാമ്പു, 2 ഏലക്കായ, 2 പട്ടയുടെ കഷ്ണം അത് ആഡ് ചെയ്യുക. അത് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ്ചറും പിന്നെ അതേപോലെ അരിയും ആഡ് ചെയ്ത് നല്ലപോലെ ചൂടാക്കുക. ദെൻ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങാപ്പാലും ബാക്കി 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പോരാത്ത വെള്ളവും ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ച് 2 വിസിൽ അതുവരെ വേവിക്കുക. എന്നിട്ട് അതിൻ്റെ ഫുള്ള് ആവി പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനായിട്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫ് കറി ഇല്ലാതെ എന്ത് തേങ്ങാച്ചോറ്, ഇതിൻ്റെ റെസിപ്പി ആയിട്ടും പിന്നെ വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. ഓക്കെ ദെൻ ബൈ.